കൺസ്യൂമർ ഫെഡ് ജീവനക്കാരി സരിതയെ നടു റോഡിൽ വെച്ച് മർദ്ദിച്ചു. രക്ഷിക്കാനെത്തിയ ഭർത്താവിനും ജീവനക്കാർക്കും മർദ്ദനമേറ്റു. കണ്ണന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു മൂന്ന് പയ്യന്മാർ അവിടെ ഒരിടത്ത് നിൽക്കുകയായിരുന്നു. ഒരു കയറ്റം വാക്കാണ്. അവിടെ നിന്നിട്ട് രണ്ടുപേര് റോഡിലോട്ട് ഇറങ്ങി എൻ്റെ വാഹനത്തിനെ തടഞ്ഞു. കൈ രണ്ടും നിവർത്തി വാഹനത്തിനെ തടഞ്ഞു. എനിക്ക് മുന്നോട്ട് ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വാഹനത്തെ തടഞ്ഞു നിർത്തിയിട്ട് ബൈക്കിൻ്റെ താക്കോൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞാൻ തടസ്സപ്പെടുത്തിയ ഉടനെ അതിലൊരാൾ ഈ ചെകിട്ടിൽ ഒറ്റയടി ഫോണ് എന്ന് പറഞ്ഞ് ഫോണിനെ പിടിച്ചു വാങ്ങി. മറ്റാൾ ഈ വെട്ടുകത്തി ഉണ്ടായിരുന്നു. ഒരാളുടെ കയ്യിൽ വെട്ടുകത്തിയും ഒരാളുടെ കയ്യിൽ വാളും. ആ വെട്ടുകത്തി ഉണ്ടായിരുന്നത് ആ വെട്ടുകത്തിയുടെ മാറ് വെച്ച് ഇവിടെ അടിച്ചു. ഞാൻ ബൈക്കിൽ ഇരിക്കുകയാണ്, ഭാര്യ ബാക്കിൽ ഇരിക്കുകയാണ്. അങ്ങനെ പേടിച്ച് വാഹനം മുന്നോട്ടെടുത്തതും പിന്നെ ഫോണിനെയും പിടിച്ചു വാങ്ങി. അതിനുശേഷം ഭാര്യയുടെ മുടിയിൽ കയറി ചുറ്റി പിടിച്ചിട്ട് ഈ നഖം കൊണ്ട് ഇവിടെ മുറിഞ്ഞു വീഴാൻ പോയി. ഞാൻ നല്ല സ്പീഡായിട്ട് ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഗോകുൽ, തലസ്ഥാനത്ത് വലിയ തോതിൽ തുടർച്ചയായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രതികളെ പറ്റി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാധു, ഇന്നലെ വൈകുന്നേരം 9 മണി മുതൽ രാത്രി 12:30 വരെ ഈ തരത്തിൽ അക്രമം നടന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം വെള്ളറട നിലവിൽ കണ്ണന്നൂരാണ് ഇത്തരത്തിൽ ഒരു നിലവിൽ ഗുണ്ട അതിക്രമം നടന്നിട്ടുള്ളത്. അതിൽ 4ഓളം പേരാണ് ഇത്തരത്തിൽ റോഡ് തടഞ്ഞു നിർത്തി ആളുകളുടെ കയ്യിൽ നിന്ന് പണമടക്കമുള്ളവ പിടിച്ചു പറിക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുണ്ടായി. ഇവരൊക്കെ തന്നെ നിലവിൽ ക്രിമിനൽ സംഘമാണ്. ഒപ്പം ഈ പറയുന്ന പോലെ തന്നെ നിലവിൽ മദ്യമടക്കം അല്ലെങ്കിൽ ഈ ലഹരി അടക്കമുള്ളവ കൈവശം വെച്ചു പോകുന്നവരാണ് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ്. ഇതുവരെ പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. നെയ്യാറ്റിൻകര പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളറട സ്വദേശിനി സരിതയ്ക്കാണ് ഇന്നലെ ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ട വന്നത്. ഭർത്താവിനും രതീഷിനും മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു. 3 ബൈക്കുകളിലെത്തിയ 4 സംഘം പണവും അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നിലവിൽ ഇന്നലെ ഈ പ്രദേശത്ത് വലിയ ഗുണ്ടാ അതിക്രമം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗുണ്ടാ റെയ്ഡ് അടക്കം നടക്കുന്നുണ്ട്. മാധു.